ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോകുന്നു. വഴിതെറ്റിയ ഒരു മകന്റെ കഥ. ഈ കഥ നമ്മെ ക്ഷമയും സ്നേഹവും പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ പാതി എനിക്ക് തരിക, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ചു, സ്വത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ദുരിതത്തിൽ ആവുകയും ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടിലായ അവൻ ആ ദേശത്തെ ഒരു മനുഷ്യന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനു പന്നികളെ മേയ്ക്കുന്ന ജോലി നൽകി. അങ്ങനെ വിശന്നു വലഞ്ഞ അവൻ പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കഴിച്ചു വിശപ്പടക്കാൻ ആശിച്ചു. പക്ഷെ അതുപോലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ ഇപ്പോൾ വളരെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇവിടെ വിശന്നു മരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. പിതാവ് ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഇനി എനിക്ക് യോഗ്യതയില്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നാൽ പിതാവാകട്ടെ അവനെ പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു, വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി ഉത്സവം നടത്തി, മകൻ തിരിച്ചുവന്നത് ആഘോഷിച്ച്. ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു. വിശ്വാസത്തോടെ തിരിച്ചുവരൂ, ഹൃദയം തുറക്കൂ, കരുണ സ്വീകരിക്കൂ.